നമുക്ക് കപ്പ കൊണ്ടൊരു പുട്ടുണ്ടാക്കാം. ഞങ്ങളിതിന് ഇവിടെ കൊല്ലംകാരൊക്കെ ഇതിന് ചീനി എന്നാണ് പറയപ്പെടുന്നത്. ചിലരുടെ നാട്ടുകളിൽ ഇതിന് കപ്പയെന്നും പറയും. എന്തായാലും അത് നല്ലതുപോലെ കഴുകി അരിഞ്ഞ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് ഉണങ്ങാൻ വെച്ചു. 2-3 ദിവസം വെയിൽ കൊണ്ടപ്പോഴേക്കും നല്ലതുപോലെ അത് ഉണങ്ങി കിട്ടി. അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തു. എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ അതിലേക്കിട്ടു നല്ലതുപോലെ ഞാനത് മിക്സ് ചെയ്തു. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കുന്ന പരുവത്തിന് അത് നനച്ചെടുക്കണം. ഒരു കട്ട പിടിക്കാനിടയാവരുത്. നല്ലതുപോലെ അത് തരിതരിപ്പായിട്ട് അത് നനച്ചെടുത്തു. ഞാനൊരു പാത്രത്തിൽ കുക്കറിനകത്ത് കുറച്ച് വെള്ളം അടപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് തേങ്ങാപ്പീര ഇട്ടു. അതിനുശേഷം പൊടിയും വാരി വെച്ചു. എന്നിട്ട് അപ്പോഴേക്കും കുക്കറിൻ്റെ അകത്ത് വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ടായിരുന്നു. അതടച്ച് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ടു അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും പുട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. സ്വാദിഷ്ടമായ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണേ.